അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കുന്നത് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ വീഡിയോ ഒന്ന് കുഴപ്പമിപ്പോയി. എന്താ വെച്ചാൽ ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ക്യാൻസലായിപ്പോയി. അയ്യോ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ആവുന്നില്ല. അപ്പോഴാണ് മനസ്സിലായേ ഇത് ഡിലീറ്റ് ആയിപ്പോയിരുന്നു വീഡിയോ. അപ്പോൾ അതങ്ങനെ പോട്ടെ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും. അയ്യോ പൊളിഞ്ഞ് കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് വന്നിട്ട് മൈൻക്രാഫ്റ്റിനകത്ത് ക്രിയേറ്റീവ് മോഡാണ് ഗൈസ്. എന്താ വെച്ചാൽ ക്രിയേറ്റീവ് മോഡിനകത്ത് ഇതൊക്കെ നടക്കത്തുള്ളൂ. എന്താ വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. നോക്കുക ഗൈസ്, നിങ്ങൾ തന്നെ നോക്കുക ഗൈസ്. ഇത് ഈ വീട് ഉണ്ടാക്കുന്നതിന് കുറേ കഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ എൻ്റെ മുമ്പാണ് നോക്കി ഗൈസ്, അതൊരു ചെറിയൊരു വില്ലേജാണ്, നോക്കണ്ട. എൻ്റെ ഫ്രണ്ട് അവിടെ ഒരു ചെറിയൊരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും അതിൻ്റെ വീടില്ല, അടിത്തറ ഇടാന്ന് വെച്ചപ്പോൾ ഇപ്പോൾ തന്നെ ഫോൺ കയ്യിൽ നിന്ന് പോയി. പിന്നെ അവൻ കയറിയിട്ടേനില്ല. പിന്നെ എററെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുക. അവസാനതാ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഇതിരിക്കുന്നത്. നമ്മൾ ക്രിയേറ്റീവ് മോഡിനകത്താണ് കളിക്കുന്നത്. സർവൈവലിനകത്ത് കളിച്ച് കഴിഞ്ഞാൽ ഇത്ര ഒന്നും എനിക്ക് പണിയാൻ പറ്റില്ല ഗൈസ്. ഇതന്നെ കുറേ ദിവസത്തിനാണ് ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഗൈസ്. എൻ്റെ പൊന്നോ, ഞാൻ സർവൈവലിനകത്ത് ആദ്യം മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഞാൻ കുറേ നോക്കിയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഐഡിയ ഉണ്ട്. ഇതായിരിക്കും നമുക്കിങ്ങനെ മെല്ലെ അങ്ങോട്ട് പോയിട്ട് നമ്മളെ പൊട്ടി പിക്കാറ്റ്സ് അങ്ങ് എടുക്കുക. പിന്നെ ഇതും കൂടി കൊള്ളം ഇതേമാതിരി എല്ലാ സൈഡും കൂടെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി ഗൈസ്. എന്താ വെച്ചാൽ ഇത് കുറേ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സർവൈവലിനകത്താണെങ്കിൽ ഒരിക്കലും പറ്റത്തില്ലാത്ത കാര്യമാണ് ഗൈസ്. ഇത് ഇമ്പോസിബിൾ ആയിരിക്കും ഗൈസ്. എന്താ വെച്ചാൽ ഇത് ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടമാണ്. എന്താ വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എനിക്കിത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്താ വെച്ചാൽ ഫോൺ ചൂടാവുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഈ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അത് പകുതിക്ക് വെച്ച് ഓഫ് ആയി പോകും. ഇത് കുറേ പ്രശ്നങ്ങളായിട്ട് അവസാനം ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കുറേ ദിവസം ഞാൻ വീഡിയോ ഇടാതെ ഇരുന്നുണ്ട്, അതൊന്നും മൈൻഡ് ആക്കുന്നത്. പിന്നെ കുറേ ചിലപ്പോൾ ഇങ്ങനെ മറന്നു പോയിട്ട് ഇങ്ങനെ ഇടാത്തതാണ് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടി അങ്ങ് തീർക്കണം കേസ്. അപ്പോൾ ഇന്നും എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് വിശദീകരിച്ച് തരാം. എന്താ വെച്ചാൽ വേറെ ഒന്നിനും കൂടെ സമയമില്ല കേസ്. അപ്പോൾ ക്രിയേറ്റീവ് മോഡ് അതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. നമ്മൾ ഈ മെസ്സേജ് അയക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഈ ബാറിൽ നോക്കിയിട്ട് ടൈം വെക്കുക, ഡേ ആക്കുക, സെൻഡ് ആക്കുക. അപ്പോൾ ഡേയിലോട്ട് മാർഗമുണ്ടോ. രാത്രി ആകുമ്പോൾ ഇത് ഇപ്പോൾ ഡേ ആയി. അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ട് ഗൈസിനകത്ത്. നമ്മുടെ മഞ്ഞ് പെയ്തുണ്ട്, ഇങ്ങോട്ട് വീഴാത്തതുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇപ്പോൾ എന്താണെന്ന്. അത് എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് പോയപ്പോൾ എനിക്ക് ഒരു ആലോചന. എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ഇതേക്കൂട്ട് ബ്ലോക്ക് ഉണ്ട്. നിങ്ങൾ അതേക്കൂട്ട് ബ്ലോക്ക് ഈ വീടിൻ്റെ അകത്ത് വെച്ചാൽ നല്ല വെളിച്ചം കിട്ടി. അതേമാതിരി ഒരു പണി നോക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ മണ്ടയ്ക്ക് കൊടുത്ത് താഴോട്ട് വരാതെ അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ കുത്തിന്ന് കുറേ നേരം പണി കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് വന്നപ്പോൾ ഉണ്ട് വെളിച്ചമില്ല, ഒന്നുമില്ല, സൂര്യനെ മറച്ച് വെച്ചിരിക്കുന്നത്. അവസാനം ദേഷ്യം വന്നിട്ട് ഇവിടെയൊക്കെ ഇതേമാതിരി ആക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞൊരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീടിൻ്റെ പണീൻ്റെ ഷോർട്ട്സ് അത്രയും ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ മറന്നു എന്തായാലും കുറച്ച് ഇതിനെന്തിൻ്റെ കാര്യമാണ് അതും. ഞങ്ങൾക്ക് ഈ സ്വിമ്മിംഗ് പൂൾ ഞാൻ എടുത്തിരുന്നതാണ്. ഇവിടെ മഞ്ഞ് പെയ്താലും ഇവിടെ ഐസൊന്നും വരത്തില്ല. ഐസ് അതൊന്നും മൈൻഡ് ആക്കണ്ട. ഞാൻ എന്തായാലും വെതർ ഒന്ന് മാറ്റിയത് ഐസ് ക്ലിയർ ആക്കിയത് ഐസ്. ഇപ്പോൾ വെതർ മാറുന്ന കേട്ടത് വെതറേ മാറി സോമ്പിയൊക്കെ കഴിഞ്ഞോളൂ. ഇപ്പോൾ കണ്ടോ ഗൈസ്, നല്ല കണ്ടോ. ഞാനിതിപ്പോൾ ഇതാക്കിയിട്ട് നമുക്ക് സ്വിമ്മ് ചെയ്യാം ഗൈസ്. കണ്ടോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഒരു ഉപകാരം. നല്ല രസമായി സ്വിമ്മിംഗ് പൂളിനകത്ത് കളിക്കാൻ. അതും എന്താ ചെയ്യാനൊരു വൈബാണിത്. ഇതൊക്കെ ഒരു വൈബല്ലേ. എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൻ്റെ പേര് വെക്കുന്നത് വൈദ്യുതി പോയിട്ട് വെള്ളത്തിൽ കളിച്ചു വന്നപ്പോൾ തിരിച്ച് കയറാൻ പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് കയറാൻ തന്നെ തോന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്താക്കി മൈൻക്രാഫ്റ്റിനകത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി വെക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണിത്. അതിൻ്റെ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ലോങ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ പോലെ നമുക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ പോലെ. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അവിടെ എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ മറ്റേ ഡ്രസ്സിങ് ചെയ്യുന്ന സ്ഥലത്ത് പോയി നോക്കിയപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയ ഇതേമാതിരി ഡ്രസ്സൊക്കെ മാറ്റാൻ പറ്റുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് അറിയിക്കുക ഗൈസ്. ഡ്രസ്സ് ഉണ്ടോന്ന്. ഇത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് ഗൈസ്, വേറെ ഒന്നും കൊണ്ടല്ല. ബാക്കി പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുകൾ ഭാഗം കാണിച്ചു തരാം. അത് ചെറിയ വീഡിയോയ്ക്ക് 6 മിനിറ്റ് 7 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഒരു സൂര്യനെ മറച്ച് വെക്കുന്ന മാതിരി ഒരു സാധനം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന മാതിരി ലൈറ്റ് കിട്ടുമെന്ന് വെച്ചിട്ട് പണിഞ്ഞു വെച്ചാൽ ഐസ് വീഴത്തില്ല. എന്തായാലും എന്താ വെച്ചാൽ മഞ്ഞ് വീഴത്തില്ല. മഞ്ഞ് വീണ് കഴിയുമ്പോൾ മറ്റേ അവിടെ വന്നിട്ട് മറ്റേ താഴെ വന്നിട്ട് വീടിൻ്റെ മണ്ടയ്ക്കൊക്കെ ഐസ് ആവില്ല ഗൈസ്. അപ്പോൾ അതിന് പകരമായിട്ട് പണിഞ്ഞു വെച്ചാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് പോളാർ ബിയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി ചുമ്മാ ഐസ് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഐസ് രാജ്യത്തിലുള്ള കിട്ടിയതാ കറി ഇതാക്കും. ഇതിനു വേണ്ടിയാണ് ഇതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. അതിൽ ഉപകാരമായല്ലോ, നല്ലത്. അയ്യോ
എനിക്കൊരു ചെറിയൊരു പണി കിട്ടി. ഇത് കുറച്ച് കട്ടിയുള്ള ഐസാണ് ഗൈസ്. ഞാൻ എൻ്റെ കട്ടിയില്ലാത്ത ഐസ് വെച്ചപ്പോൾ അത് ഉരുകിപ്പോയി മൊത്തം. അതുകൊണ്ട് എനിക്ക് പണിയോട് പണിയായിരുന്നു കിട്ടുന്നത്. വെള്ളം താഴെ മൊത്തം ഉരുകി വന്നു. അവസാനം ഞാൻ അതൊക്കെ കല്ല് വെച്ച് അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് പിന്നെ ഈ ബ്ലോക്ക് ഇട്ടടച്ചു. ഈ ബ്ലോക്ക് അയ്യോ പണി വാളും ഗൈസ്. ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതേക്കൂട്ടുള്ളതൊക്കെയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കളർ വ്യത്യാസം കണ്ടോ? ഇതാണ് കട്ട ഐസ്, കട്ട അല്ലാത്ത ഐസാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ഇവിടെ വെച്ചൊരു ചെറിയ ലോങ് വീഡിയോ ആയിരുന്നു. ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇനിയും കാണുന്നവരെ ബൈ ബൈ ഗൈസ്.